പറ്റത്തില്ല. കാരണം അത്രമാത്രം മാറ്റമുണ്ട്. പോപ്പ് തന്നെ സമ്മതിച്ചു എന്ന് പറയുന്നത്. അപ്പം പരിണാമത്തിൽ വിശ്വസിക്കുന്നതെന്ന് പറയുന്നത് അങ്ങയുടെ ഒരു ഔദാര്യമേ അല്ല, അങ്ങക്ക് വേറെ മാർഗമില്ല. നിങ്ങളെ പോലുള്ള പുരോഹിതന്മാർ എന്നാണ് ഈ പരിണാമത്തിൽ വിശ്വസിച്ച് തുടങ്ങിയത്? അപ്പോൾ അതുകൊണ്ട് ഒരു ഔദാര്യമായിട്ടോ താങ്കളുടെ ഒരു മഹത്വമായിട്ടോ ഞാനത് കാണുന്നില്ല. മറിച്ച് താങ്കൾ യുക്തിപൂർവ്വം നോക്കുമ്പോൾ താങ്കൾക്ക് അതല്ലാതെ വേറെ വഴിയില്ല. താങ്കൾ പുറത്തൊക്കെ പോയി സംസാരിക്കുന്നുണ്ട്, അവർ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. അപ്പോൾ there is no other option sir, that's why. അല്ലാതെ അതൊരു വലിയൊരു ഔദാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. കണ്ടിന്യൂസ് ക്രിയേഷൻ എന്ന് പറയുന്നത് ഒരു ബ്ലണ്ടറാണ്. അത് ദൈവം എന്ന് പറയുന്ന മതകഥാപാത്രത്തെ ദൈവവിശ്വാസികൾ തന്നെ വളരെ മോശമായി തരം താഴ്ത്തി കാണിക്കുന്നതിന് തുല്യമാണ്. മനുഷ്യൻ തന്നെ പരിണാമത്തിൽ ഇടപെടുന്നു. ആർട്ടിഫിഷ്യൽ സെലക്ഷൻ നടക്കുന്നുണ്ടല്ലോ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് ബിയോണ്ട് ദറ്റ്. ഇനി മറ്റൊന്ന്, ഡോസ്റ്റോവ്സ്കിയുടെ കാര്യം ഇദ്ദേഹം പറഞ്ഞു. ഡോസ്റ്റോവ്സ്കി ക്രിസ്തുവിന് ഉപരിയായ ഒരു സത്യം ഉണ്ടെങ്കിലും എനിക്ക് ക്രിസ്തു മതിയെന്ന് പറഞ്ഞു. ഇതാണ് വിശ്വാസം എന്ന രോഗം. ക്രിസ്തുവിന് ഉപരിയായ ഒരു സത്യം ഉണ്ടെങ്കിലും എനിക്ക് ക്രിസ്തു മതി എന്ന് പറയുമ്പോൾ അവിടെ കാര്യം വ്യക്തമല്ലേ? മാൻ ഈസ് എ ബ്ലൈൻഡ് ബിലീവർ. സത്യം തേടുന്ന ആളല്ല, മറിച്ച് ഈ ക്യാരക്ടറെ തേടുന്ന ആളാണ്. എന്താണ് മതം?